ഇപ്പോൾ ഒരു പൊതു വിലയിരുത്തൽ വരുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന രീതിയിലാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എൻഎംആർ സാർ? അങ്ങനെ ഒരു ഭരണമാറ്റത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല. കാരണം ഈ പറയുന്ന എക്സിറ്റ് പോളുകളും സർവേകളും തന്നെ അത്ര വലിയ ഒരു അടിയൊഴുക്കളോ കുറിച്ചൊന്നും പ്രവചിക്കുന്നില്ല. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ പ്രകാരം ഒരു 75 സീറ്റിന് മേലെ 76 സീറ്റ് 77 സീറ്റൊക്കെ ജയിച്ച് വരുമെന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളൊന്നും കാണാത്ത അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നുള്ളത് ഫലം വരുമ്പോഴേ അറിയുള്ളൂ. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ BJPക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും ഈ കോൺഗ്രസിനകത്തുള്ള വിഭാഗീയതൊക്കെ തന്നെയാണോ പ്രതീക്ഷ? ഈ 5000-ലേക്ക് ഭൂരിപക്ഷം വരും, അല്ലെങ്കിൽ 2000-ൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അതില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ അയൽവക്കക്കാരനൊരാൾ ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ നമ്മൾ ഈ എപ്പോഴും ഒരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. 10-15 കൊല്ലമായി 4 ഇലക്ഷൻ ഉണ്ട്, ഇതിലൊക്കെ ഒരു നരേറ്റീവ് കൊണ്ടുവന്നു. അപ്പോൾ ആ നരേറ്റീവിൽ ഒരു പൊള്ളത്തരം കൂടി ജനം കാണും, അല്ലെങ്കിൽ കാണും. അതന്നെ ഈ ഇന്നാൾക്ക് വോട്ട് ചെയ്ത ഇന്നാൾ ജയിച്ചു പോകുമെന്നുള്ള പറയുന്നൊരു നരേറ്റീവില്ലായിരുന്നു. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ BJP ജയിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവണമെന്ന് ചിന്ത പലവരിലും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ നരേറ്റീവ് പൊളിച്ചു എന്നാണ്. ഫലം വരുമ്പോൾ കാണും. ഫലം വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രതീക്ഷ പൊളിച്ചു എന്നുള്ളത് തന്നെ. പിന്നെ ഉറപ്പന്നെയല്ലേ, ഉറപ്പന്നെയാണ്. അതുകൊണ്ടാണ് അതിന് 1ാം സ്ഥാനത്ത് ഉണ്ടാവുന്നു, വിജയിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം ഇല്ല, അതിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്.